ഗൈസ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു അസ്ലംസ് യൂണിവേഴ്സ്. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 14 പ്രത്യേകത എന്താണെന്നറിയാമോ? വാലന്റൈൻസ് ഡേ അല്ല, ഇറ്റ്സ് ക്യാപ്റ്റൻ അമേരിക്ക ഡേ. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് സിറ്റി സെൻറ്ററിലെ വോക്ക് സിനിമാസിലുള്ളത് ക്യാപ്റ്റൻ അമേരിക്ക കാണാൻ പോവാണ്. അപ്പോൾ കണ്ടിട്ട് അതിൻ്റെ റിയാക്ഷൻ ഞാൻ പറയുന്നതായിരിക്കും എന്നത്തെ പോലെ. ഓൺലി മാർവൽ മൂവീസ്. അപ്പോൾ ഇന്ന് മാർവൽ ഡേ ആണ്, നോട്ട് വാലന്റൈൻസ് ഡേ. അപ്പോൾ എന്തായാലും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 6 മണിക്കാണ് ഷോ. നമുക്കൊരു 5 മിനിറ്റ് ആ മസാജ് ചെയറിൽ ഇരുന്ന് കുറച്ച് മസാജ് ചെയ്തിട്ട് പോവാം. ടയറിങ് ഡേ ആയിരുന്നു. എന്തായാലും ഇനി സമയമുണ്ടല്ലോ, ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്താൽ അവിടെ പോവാം. എന്നിട്ട് ഞാൻ റിയാക്ഷൻ പറയുന്നതായിരിക്കും. ഓക്കെ. ഹലോ ഗൈസ്, അങ്ങനെ പടം കണ്ടിറങ്ങി. ഹെയ്റ്റ് ടു സേ ദിസ്, പടം ഒരു ഓക്കെ ഫീലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു വാവ് ഫാക്ടറോ അല്ലെങ്കിൽ സർപ്രൈസിങ് ഒന്നും അതിലില്ല. ആ റെഡ് ഹൾക്കിനെ ട്രെയിലറിൽ കാണിച്ചില്ലെങ്കിൽ അതൊരു സർപ്രൈസിങ് ഫാക്ടർ ആയിരുന്നു. അതർ ദാൻ ഒരു ഫ്ലോയിൽ പോകണതാണ്. ആക്ച്വലി ഇത് ഇൻക്രെഡിബിൾ ഹൾക്കിൻ്റെ ബാക്കിയായിട്ടാണ് വരുന്നത്. അത് ഇപ്പോൾ ആരെങ്കിലും ഈ പടം കാണുന്നുണ്ടെങ്കിൽ, തിയേറ്ററിൽ പോയിട്ടോ അല്ലാണ്ടോ പടം കാണുന്നുണ്ടെങ്കിൽ, അതിന് മുന്നേ ഇൻക്രെഡിബിൾ ഹൾക്കും കൂടി കാണണം. എന്നാലാണ് ആ ക്യാരക്ടേഴ്സ് ആരാന്ന് മനസ്സിലാവുള്ളൂ, എന്തിനാണ് ഈ ഇഷ്യൂ നടക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ ഒരു ഗസ്റ്റ് റോളുണ്ട്, അത് ജസ്റ്റ് ഒരു ഡയലോഗിന് വേണ്ടിയിട്ട് മാത്രം വന്ന പോലെ. പക്ഷെ നൈസായിരുന്നു. ആ ഒരു അവരുടെ കോൺവെർസേഷൻ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഒരു ക്രെഡിറ്റ് സീനുള്ളൂ. അത് ഓക്കെ, ഒരു ഫ്യൂച്ചർ മാർവലിലേക്കുള്ള ഒരു ചെറിയൊരു ബിറ്റാണ്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാം. അല്ലാത്തവർക്ക്, ചിലപ്പോൾ ഓൾറെഡി അറിയുന്നവർക്ക് ചിലപ്പോൾ തോന്നിയില്ല എന്ന് വരാം. അത് മാർവലിൻ്റെ അടുത്ത ഫ്യൂച്ചർ, ഇനി വരാൻ പോകുന്ന പടങ്ങൾ ഒക്കെ അതിലേക്ക് കണക്ട് ചെയ്തിട്ടായിരിക്കും. മാർവൽ പണ്ട് അങ്ങനെയാണല്ലോ. അപ്പോൾ പടം കണ്ടിരിക്കാൻ രസമായിരുന്നു. ബട്ട് ഈ പറഞ്ഞ പോലെ വാവ് ഫാക്ടറോ മാർവലിൻ്റെ തന്നെ വലിയ ഗ്രാഫിക്സ് പരിപാടിയോ ഒന്നുമില്ല. ഒരു സട്ടിലായിട്ട് പോകുന്ന, ഒരു ഗ്രൗണ്ട് ലെവലിൽ പോകുന്ന ഒരു സ്റ്റോറി. ഇനി അടുത്ത പടം മാർവൽ സ്റ്റുഡിയോസിൻ്റെ തണ്ടർ ബോൾട്സ് ആണ്. നമുക്ക് അപ്പം കാണാം. ഓക്കെ, ബൈ.